സാറേ പ്ലീസ് സാറേ ഒരു തവണത്തേക്ക് വിട്ടു സാറേ. നിർത്തിക്കോ നീ സാറിന്റെ അടുത്ത കല്യാണത്തിന്. ഓടാ, നിനക്ക് ഇനി അടുത്ത കല്യാണം തരാടാ. സാറേ പ്ലീസ്. എടാ കട്ടിലേടാ. ഇവന്മാരെ ഇന്ന് ഞാൻ വർക്കട്ടിൽ കൊറേ കിട്ടിയല്ലോ സാറേ. അതെങ്ങനെ കിട്ടായിരിക്കും മോനെ? അമ്മാതിരി പണി വെച്ചിരിക്കണ. കിട്ടി. എന്താടാ നീക്ക് ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്? ഇവന്റ് മാനേജ്മെന്റ് പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് ഫ്ലവർ ആൻഡ് വിളമ്പൽ ഓഫ് ഫുഡ്. സിവിൽ ആയിരുന്നല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നല്ല ജോലിയും കിട്ടിയ മോയിരുന്നോ? മോനെന്താ പറയാനുള്ളത്? അത് മാനേജ്മെന്റ് പറ്റിയ. എടാ അത് കഴിഞ്ഞ വീഡിയോടാ. എടാ പോടാ എണിച്ച്. പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗൻ ആൻഡ് ചോദിക്കുന്നില്ല. ഇല്ല ചോദിക്കുന്നില്ല. കിട്ടരാ. എടാ മണകൊണാഞ്ചന്മാരെ, ഇന്ന് ജനിക്കുന്ന കുട്ടികൾ തൊട്ട് നാളെ ചാവുമ്പോൾ അപ്പൂപ്പന്മാരെ 16 വരെ നടത്തേണ്ടവന്മാരാണ് നമ്മൾ. നമ്മളാണ് ഇന്നലെ പോയി ആ കല്യാണം മുടക്കിയ. നീയൊക്കെ കാരണം. ആദ്യത്തെ കംപ്ലൈന്റ് നിന്റെയൊക്കെ യൂണിഫോം എടാ. കല്യാണത്തിലാണ് യൂണിഫോം കൊണ്ടുപോകാ സാറേ. ഇവിടെ സ്കൂളിലെ യൂണിഫോം ഇല്ല, അപ്പോഴാണ് കല്യാണത്തിന്. ആദ്യം സ്കൂളിൽ പോകണം സാറേ. കഴിവിട്ട് ഉണങ്ങിയില്ല. എടാ അതിന് ഫസ്റ്റ് ഇവന്റ് അല്ലേ? അതെ സാറേ, പക്ഷെ മെനഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടി പറഞ്ഞിട്ട് യൂണിഫോമാ? നല്ല കിടിലം കളറാണ് സാറേ. എല്ലാവരും എണ്ണത്തിന് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ന്യായമുണ്ട്. യൂണിഫോം പോട്ടെ, ആരുടെ മേൽനോട്ടമായിരുന്നു ഡെക്കറേഷൻ? ഇല്ല സാറേ, ചത്താലും നമ്മൾ ഒറ്റ കൊടുക്കില്ല. ഒറ്റക്കെട്ടായിരിക്കും, ഒറ്റ കൊടുക്കേയില്ല. പട്ടികളെ സാറേ, അതൊന്നുമില്ല. ഇപ്പോഴത്തെ മാർക്ക് ട്രെൻഡ് പിടിച്ച് പോയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഇന്നോവേറ്റീവുള്ള കുറച്ച് ട്രെൻഡ് ഞാൻ പിടിച്ച് സാറേ. ഇനി ഞാൻ ട്രൈ ചെയ്തത് ശവനാറിപ്പൂ, ചെമ്പരത്തി, ബൊക്കയ്ക്ക് പകരം റീത്ത്. ഇതാ ഇന്നോവേറ്റീവ്. സാർ അത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അടുത്ത ഓണത്തിന് ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സാർ വിശ്വസിക്കുമോ? വിശ്വസിക്കൂല. വിശ്വസിക്കും. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ലേ സാറേ, യൂണീക്കായി ചിന്തിക്കണം. നിന്റെ യൂണീക്നെസ്സിലോട്ട് ഞാൻ വരുമായിരുന്നു. എടാ റിസപ്ഷന്റെ മുമ്പിൽ സ്റ്റാർട്ട് ഇടാൻ പറഞ്ഞിട്ട് നീ പോയി സ്റ്റാർട്ടപ്പ് ഇട്ടില്ലടാ. അയ്യോ സാർ, സ്റ്റാർട്ടർ എന്നാണോ പറഞ്ഞത്? ഞാൻ വെച്ച് സ്റ്റാർട്ടപ്പ് ആയിരിക്കുന്നു. അതുകൊണ്ടല്ലേ 15 രൂപ പോലും വെച്ച് ചായ പടി വിറ്റത്. അതിനാണ് നീ എന്റെ 15 രൂപ വാങ്ങിയത്. അപ്പം പിന്നല്ലാതെ. എടാ അവന്റെ കാര്യം വിട്. അവന്റെ സ്റ്റാർട്ടപ്പ് കൊണ്ട് പൈസ എങ്കിലും കിട്ടി. നീ എന്തിനടാ അരമുറി പപ്പടം ഒരു കെട്ട് ആ റൂമിൽ കൊണ്ടിട്ടേക്കുന്ന? എന്താടാ നീ ചെയ്തത്? അത് പിന്നെ സാറല്ലേ പറഞ്ഞ പപ്പടം കുറച്ചുള്ളത് പിടിച്ചുകൂടെന്ന്. അതിന് അതുകൊണ്ട് ഞാനും അവരും പിടിച്ച് ബാക്കി വന്നത് ഞാൻ അങ്ങ് കൊണ്ട് അവിടെ വെച്ച്. അതാണ് അത്രയും ബാക്കി വന്നത്. എടാ നിന്നെയൊന്നും കൊണ്ട് ഈ ജോലിയിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ ലിയോ. മോനെ റോങ് നമ്പർ. എടാ നീയൊക്കെ കാരണമാണ്. അയ്യോ അല്ലേ സാർ പറ. നിങ്ങളെ പരിപാടി ഞാൻ കണ്ട്. കിടിലം പരിപാടി. ആ സ്റ്റാർട്ടർ പയ്യുണ്ടല്ല, ഞാൻ പൈസ കൊടുത്ത് തന്നില്ലടാ. എനിക്ക് ഇഷ്ടപ്പെട്ടവനെ വല്ലേ നമ്മള് ചെയ്തേ. പിന്നെ ആ ഡെക്കറേഷൻ എന്തോന്ന് പോടാ. അത് കിട്ടില്ല പൂവ്. പിന്നെ ആ പപ്പടം വിളമ്പേര് പയ്യുണ്ട്. എന്റെ മോനെ ഞാനും അവന് പിടിയും വലിയും. ലാസ്റ്റ് ഒരു വിധത്തിൽ തുമ്മയെ ഒപ്പിച്ച്. അതുകൊണ്ട് എനിക്ക് അവനെ ഫിക്സ്. മൂത്ത് ഇഷ്ടമായി പോയി. ഇതെല്ലാം നമ്മള് ചെയ്ത. ദുബായ് പറഞ്ഞാ നീ ഇവിടെ വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പൈസ ഞാൻ തരത്തില്ല. എങ്കിലും വാ ഹബീബി, വെൽക്കം ടു ദുബായ്. നമ്മള് കേറി, നമ്മളിപ്പോ എത്തും. കം. കണ്ടിട്ടെന്തോ ഇന്റർനാഷണൽ പെട്ടെന്ന് തോന്നുന്നു കേട്ടാ. പിന്നെ വരാതിരിക്കോ? പെണ്ണിന്റെ ചേട്ടൻ ഗൾഫിലാണ്. എനിക്ക് ഞാൻ രാജിവെച്ചു കേട്ടോ. ഞാനും ഒരു കാര്യം ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് നിനക്കൊക്കെ ഫസ്റ്റ് ഒരു വാണിംഗ് കൂടെ തരാം. ഇനി ഒരു സെക്കൻഡ് വാണിംഗ് കാണൂല. ഇനി അഥവാ സെക്കൻഡ് വാണിംഗ് ഉണ്ടെങ്കിൽ അത് ഞാൻ ജയിലിലായിരിക്കും. അത് ഇവിടത്തെ ജയിലല്ല, ദുബായ് ജയിലിൽ. നമുക്ക് അവിടെ വർക്ക് കിട്ടി മക്കളെ. ഹബീബു ദുബായിയാ? എടാ അപ്പൊ അവിടുത്തെ ചായക്ക് വടക്ക് എന്തായിരിക്കും പറയുന്നത്? എടാ നീ അത് വിട്. എന്റെ ആന്തൂരിയും വെച്ച് ഒരു വെറൈറ്റി സാധനം കുറെ ആഗ്രഹമാണ്. ഈ വട്ടം അത് പൊളിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പപ്പടം മാറ്റി കുബൂസ് വെച്ച് പിടിക്കാൻ വേണ്ടി. എടാ മോനല്ല. അപ്പം ജയിൽ ഉറപ്പായി.